ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹപൂർണമായ ഈ നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്രകാരം ഒരു പ്ലാറ്റ്ഫോമിൽ കൂടി നിങ്ങളെ കാണുവാനും ദൈവവചനം പങ്കുവയ്പ്പാനും സ്വർഗം അവിടുന്ന് ഇടയാക്കിയതിനായിട്ട് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കാരുണ്യവാനായ ദൈവം ഈ നാളുകളിൽ നമ്മെ എല്ലാവരെയും അതിശയകരമായി നടത്തുന്ന കൃപയെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്ന് പകൽക്കാലം നിങ്ങളോടൊപ്പം അല്പസമയം ചിലവഴിക്കുമ്പോൾ നാം ചിന്തിക്കുവാൻ പോകുന്നത് ദ ഗ്രേറ്റസ്റ്റ് വാണ്ട് ഓഫ് ദ വേൾഡ്, ഇന്നത്തെ ലോകത്തിൻ്റെ ആവശ്യം. ദൈവവചനം തുടർന്ന് നാം പഠിക്കുന്നതിന് മുൻപായിട്ട് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമാകുന്ന നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, എന്ന് അടിയനോടൊപ്പം വചനം കേൾക്കുന്നതായ ഓരോ മക്കളെയും അങ്ങയുടെ കരങ്ങളിൽ തരുന്നു. കർത്താവ് അവരെ കാത്തു പരിപാലിക്കണം. കേൾക്കുന്ന വചനം അവരുടെ ഹൃദയത്തിൽ പതിയുവാൻ ദൈവം ഇടയാക്കണം. നന്മകളും കൃപകളും നൽകി അനുഗ്രഹിക്കുകയും അങ്ങയുടെ വരവിനായി ഒരുക്കുകയും ചെയ്യണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകല യേശുവിൻ്റെ നാമത്തിൽ തന്നെ. നാം ഇന്ന് ചിന്തിക്കുവാൻ പോകുന്നത് ദൈവം എത്രമാത്രം നമ്മെ സ്നേഹിക്കുന്നു, എന്നാൽ ആ സ്നേഹനിധിയായ ദൈവത്തെ നാം എപ്രകാരം സ്നേഹിക്കുന്നു. ഇന്നത്തെ ലോകത്തിന് എപ്രകാരമുള്ളതായ മനുഷ്യനെയാണ് ആവശ്യം. ഇന്നത്തെ ലോകത്തിന് ഏറ്റവും വലിയ ആവശ്യമെന്ന് പറഞ്ഞിരുന്നത് നല്ല മനുഷ്യരെയാണ്. ഇന്നത്തെ ലോകത്തിലേക്ക് നാം നോക്കുകയാണെങ്കിൽ മനുഷ്യൻ തൻ്റെ സ്വാർത്ഥ ചിന്തകൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നതായ ഒരു കാലയളവിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ദൈവമില്ലാത്തവരെ പോലെ ദൈവത്തെ മറന്ന് ലൗകിക സുഖങ്ങളിൽ മുഴുകി, ധനമോഹങ്ങളിൽ മുഴുകി, വിദ്യാഭ്യാസവും പണസമ്പാദനവും മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു തലമുറയിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ആയതുകൊണ്ട് ദൈവം നമ്മെ എല്ലാവരെയും വിളിച്ചിരിക്കുന്ന വിളിക്കനുസൃതമായി ജീവിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പലപ്പോഴും മനുഷ്യൻ ഈ ലോകത്തിന് അനുരൂപരായി ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ദൈവവുമായിട്ട് ഈടാർന്ന ഒരു ബന്ധത്തിലായി തീരണമെങ്കിൽ നമുക്കൊരു നല്ല ജീവിതം ഉണ്ടായിരിക്കണം. സിസ്റ്റർ വൈറ്റ് ബുക്ക് ഓഫ് എഡ്യൂക്കേഷനിൽ നിന്ന് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: ദ ഗ്രേറ്റസ്റ്റ് വാണ്ട് ഓഫ് ദ വേൾഡ് ഈസ് ദ വാണ്ട് ഓഫ് മെൻ. ഇന്നത്തെ ലോകത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യം നല്ല മനുഷ്യരെയാണ്. ദ മാൻ ഹു സ്റ്റാൻഡ് ഫോർ ദ ട്രൂത്ത്. മനുഷ്യൻ സത്യത്തിന് വേണ്ടി നിലനിൽക്കുന്നതായ മനുഷ്യനെയാണ് ആവശ്യം. പലപ്പോഴും സത്യത്തിന് വേണ്ടി നിലനിൽക്കുന്ന മനുഷ്യരെ ഇന്നത്തെ ലോകത്ത് നമുക്ക് കാണുവാനായിട്ട് സാധ്യമല്ല. The man who innermost soul are true to honest. അവർ സത്യസന്ധരായിട്ടിരിക്കണമെന്നാണ് പറയുന്നത്. Man who do not fear to call sin by its right name. പാപത്തെ പാപമാണ് എന്ന് വിളിക്കുവാൻ തക്കവണ്ണം പ്രാപ്തരായ മനുഷ്യരെയാണ് നമുക്ക് ഇന്നത്തെ ലോകത്തിന് ആവശ്യം. നാം എപ്രകാരമുള്ളവരാണ്? നാം പാപത്തെ പാപമായിട്ട് കാണുന്നവരാണോ? ദൈവത്തിൻ്റെ സ്നേഹത്തെ അത് വിവേചിച്ചറിയുന്നവരാണോ? ദൈവിക ചിന്ത നമ്മുടെ ജീവിതത്തിലുണ്ടോ? പലപ്പോഴും നമുക്ക് അന്യം നിന്ന് പോയിരിക്കുകയാണ്. സത്യസന്ധരായ മനുഷ്യരെ ഇന്നത്തെ ലോകത്തിൽ നമുക്ക് കാണുവാനില്ല. ആ ചിന്താഗതി നാം മുൻപോട്ട് നോക്കുകയാണെങ്കിൽ അത് ഒട്ടനവധി കാര്യങ്ങൾ പ്രതിപാദിച്ചിട്ടുണ്ട്. എന്നാൽ ദൈവമക്കളായിരിക്കുന്ന ഞാനും നിങ്ങളും ഓർത്തിരിക്കണം, ദൈവത്തിൻ്റെ കരുതൽ നമുക്ക് എത്ര വലുതാണ്. ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ ഭൂമുഖത്താക്കിയിരിക്കുന്നത്, സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തിന് വേണ്ടി സത്യസന്ധരായ, ദൈവഭയമുള്ള, ദൈവസ്നേഹമുള്ള ദൈവമക്കളായിട്ട് നിൽക്കുവാനാണ്. എന്നാൽ സത്യസന്ധത എന്ന് പറയുന്നത് ഇന്ന് എല്ലായിടത്തും അന്യം നിന്നിരിക്കുകയാണ്. കുടുംബ ബന്ധങ്ങളിൽ സത്യസന്ധതയില്ല, വ്യക്തി ജീവിതങ്ങളിൽ സത്യസന്ധതയില്ല, സമൂഹ ജീവിതത്തിൽ സത്യസന്ധതയില്ല, വ്യാപാര മേഖലകളിൽ, തൊഴിൽ മേഖലകളിൽ, അങ്ങനെ അനേകം ഇടങ്ങളിലായിടവും സത്യസന്ധതയില്ലാത്ത മനുഷ്യരെയാണ് നമുക്ക് കാണുവാൻ സാധ്യമാകുന്നത്. ആ പ്രകാരം സത്യസന്ധതയില്ലാത്ത മനുഷ്യരെ അവരുടെ ഒത്തൊരുമയില്ലായ്മയാണ് പിന്നീടുള്ളതായ തലമുറകളിൽ നമുക്ക് എല്ലായിടത്തും കാണുവാൻ സാധ്യമാകുന്നത്. അത് ഇപ്പോൾ സഭകളിൽ കൂടി കടന്നു വന്നിരിക്കുന്നതായ ഒരു സാഹചര്യമായി മാറിയിരിക്കുകയാണ്. സഖറിയാവിൻ്റെ പ്രവചനം ഇപ്രകാരം പറയുന്നു, 8:16, നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഇന്നവയാകുന്നു. ഓരോരുത്തൻ താൻ താൻ്റെ കൂട്ടുകാരനോട് സത്യം പറവീൻ. നിങ്ങളുടെ ഗോപുരങ്ങളിൽ നേരോടും സമാധാനത്തോടും കൂടി യാപനം ചെയ്യുവിൻ. നമുക്കറിയാം, നാം
എല്ലാ ഇടങ്ങളിലും സത്യസന്ധതയുള്ളവരായിരിക്കണം. സത്യസന്ധതയുള്ളവർക്ക് മാത്രമേ ദൈവമക്കളായി നിലനിൽക്കുവാൻ സാധ്യമാകുകയുള്ളൂ. സത്യസന്ധതയുള്ളവർക്ക് മാത്രമേ ലോകത്തിലും പൊതുസമൂഹത്തിലും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിലും സാക്ഷ്യമുള്ളവരായി നിൽക്കുവാൻ സാധ്യമാകുകയുള്ളൂ. അതുകൊണ്ട് നാം നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. ഒന്നാമതായി, നമുക്ക് എപ്പോഴും സത്യം സംസാരിക്കുന്നവരായിരിക്കണം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4:15 പറയുന്നു, സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തുവെന്ന തലയോളം വളരുന്ന അനുഭവം ഉണ്ടാകണം. നമുക്ക് സ്നേഹമുണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് ദൈവീയമാകുന്ന അനുഭവം പങ്കുവയ്പ്പാൻ സാധ്യമാകുകയുള്ളൂ. പരസ്പര സ്നേഹത്തിൻ്റെ പ്രതിനിധികളായിരിക്കണം ഞാനും നിങ്ങളും. അത് നമ്മുടെ ഓരോ ഇടങ്ങളിലും പ്രതിഫലിപ്പിക്കുന്നവരായിരിക്കണം. കുടുംബ ബന്ധത്തിൽ സ്നേഹം പ്രകടിപ്പിക്കുന്നവരായിരിക്കണം. വ്യക്തിബന്ധത്തിൽ സ്നേഹമുള്ളവരായിരിക്കണം. സഹജീവികളോട്, സഹവിശ്വാസികളോട്, അതുപോലെ തന്നെ സഹവാസികളോട്, സഹപ്രവർത്തകരോട്, എല്ലാവരോടും നാം സ്നേഹമുള്ളവരായിരിക്കണം. സ്നേഹമെന്ന് പറയുന്നത് അത് സത്യത്തിൻ്റെ പ്രതീകമായിട്ട് നമുക്ക് കാണുവാൻ സാധ്യമാകും. 1 കൊരിന്ത്യർ 13:6-7 വാക്യങ്ങൾ പറയുമ്പോൾ അവിടെ പറയുന്നത്, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുവാനും, എല്ലാം പൊറുക്കുവാനും, എല്ലാം വിശ്വസിക്കുവാനും, എല്ലാം പ്രത്യാശിക്കുവാനും സാധിക്കുന്ന ഒരനുഭവം നമുക്കുണ്ടായിരിക്കണം. ഒരു ദൈവവിശ്വാസിയുടെ മനോഭാവം എന്ന് പറയുന്നത് ഒരു പുനരാഗമന കാംക്ഷിയുടെ ജീവിതത്തിൽ പകർത്തേണ്ടതാണ്. കേവലം ഒരു മനുഷ്യനെന്ന നിലയിലല്ല, മറിച്ച് അവൻ എപ്പോഴും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന അനുഭവം ഉണ്ടാകണം. ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ അവൻ്റെ സത്യസന്ധത എന്ത് എന്നും, അവൻ എത്രമാത്രം സത്യത്തോടു കൂടിയാണ് നിലനിൽക്കുന്നത് എന്നും, എല്ലാം ക്ഷമിക്കുവാനും എല്ലാം പൊറുക്കുവാനും മനസ്സുള്ളവനായി തീരുകയും ചെയ്യും. എങ്കിൽ മാത്രമേ നമുക്ക് യഥാർത്ഥമായ ദൈവിക സ്നേഹം മറ്റുള്ളവരിലേക്ക് പകരുവാൻ സാധ്യമാകുകയുള്ളൂ. ദൈവസ്നേഹത്തിൻ്റെ ആഴം നാം മനസ്സിലാക്കാതെ, ദൈവം എത്രമാത്രം നമ്മെ കരുതുന്നു എന്ന് നാം ചിന്തിക്കാതെ, നാം ഓരോരുത്തരും ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മുടെ സ്വാർത്ഥമായ ചിന്തകൾക്കും സ്വാർത്ഥമായ പ്രവൃത്തികൾക്കും നാം സമയം കണ്ടെത്തുമ്പോൾ ദൈവിക സ്നേഹത്തിൽ നിന്ന് നാം മാഞ്ഞു പോകുന്നു അഥവാ മാറിപ്പോകുന്നു എന്ന് കാണുവാൻ സാധ്യമാകും. അതുകൊണ്ട് ദൈവം നമുക്കൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. നാം എപ്രകാരമുള്ള മനുഷ്യരാണ്? നാം ദൈവസ്നേഹമുള്ളവരാണോ? നാം സഹജീവിയെ സ്നേഹിക്കുന്നവരാണോ? നാം മറ്റുള്ളവരെ കരുതുന്നവരാണോ? ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ പിന്നെ എങ്ങനെ ഒരു നല്ല മനുഷ്യനായിട്ട് ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് ജീവിക്കുവാനായിട്ട് സാധ്യമാകും? 2 തിമോത്തിയോസ് 3-ാം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഒരു വലിയ മുന്നറിയിപ്പ് ദൈവമക്കളായിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും നൽകിയിരിക്കുകയാണ്. അവിടെ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുകയാണ്, മനുഷ്യൻ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വൻപു പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധന്മാരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രന്മാരും ഉഗ്രന്മാരും സൽഗുണദോഷികളും ദ്രോഹികളും ധാഷ്ട്യക്കാരും നിഗളികളുമായി ദൈവപ്രീതിയില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരായി ഇങ്ങനെ ഉള്ളവരെ വിട്ടൊഴിയുക എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. പ്രിയ ദൈവമക്കളെ, നാം ഓർത്തിരിക്കേണ്ടത്, ഇന്ന് നാം ഇവിടെ പ്രതിപാദിച്ചതുപോലുള്ളതായ മനുഷ്യരെയാണ് ഇന്നത്തെ പൊതുസമൂഹത്തിൽ നമുക്ക് കാണുവാൻ സാധ്യമാകുന്നത്. മനുഷ്യൻ എങ്ങനെയുള്ളവരാണ്? സ്വസ്നേഹികളായി, സ്വയം സ്നേഹിക്കുന്നവരായി, തങ്ങളെ തന്നെ സ്നേഹിക്കുന്നവരായി ജീവിക്കുന്നു. ദ്രവ്യാഗ്രഹികളായി, ധനസമ്പാദനം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കുന്നവരായി തീർന്നിരിക്കുന്നു. അതുപോലെ തന്നെ അഹങ്കാരമുള്ളവരായി വമ്പ് പറയുകയാണ്. അവർ ഏഷണിക്കാരായിട്ട് ദൂഷകന്മാരായിട്ട് മാതാപിതാക്കളെ സ്നേഹിക്കാത്ത തലമുറയായി മാറിയിരിക്കുകയാണ്. നമുക്കറിയാം, ഈ നാളുകളിൽ എത്രയോ പീഡനങ്ങളും എത്രയോ കൊലപാതകങ്ങളും നടക്കുന്നു. മാതാപിതാക്കളെ സ്നേഹിക്കാത്ത മക്കളായി അവർ മാതാപിതാക്കളെ കൊലപാതകം ചെയ്യുന്നവരായി തീർന്നിരിക്കുന്നു. ഇതിൻ്റെ എല്ലാം കാരണം എന്താണെന്നറിയാമോ? വാത്സല്യമില്ലാത്ത മക്കളായി മാറിയിരിക്കുന്നു. അവർ ഇണങ്ങാത്തവരായി തീർന്നിരിക്കുന്നു. ഇന്ന് മാതാപിതാക്കളോടോ ബന്ധുക്കളോടോ സ്വന്തക്കാരോടോ ഇണങ്ങി നിൽക്കുന്നതായ തലമുറയെ നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. അവർ ഏഷണിക്കാരായിട്ട്, അവർ ഉഗ്രന്മാരായിട്ട്, അവരുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്ത സൽഗുണദോഷികളായിട്ട് മാറിയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇന്നത്തെ സമൂഹം ധാർഷ്ട്യമുള്ള സമൂഹമായി,
നിഗളികളായി ദൈവപ്രീതിയില്ലാത്തവരായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ ഞാനും നിങ്ങളും ഓർത്തിരിക്കണം, നമുക്ക് എത്രമാത്രം ദൈവവുമായിട്ടുള്ള ബന്ധം ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ട് നാം ദൈവത്തെ കൂടുതൽ ആശ്രയം വയ്ക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കേണ്ടത് ഈ നാളുകളിൽ ഏറ്റവും അനിവാര്യമാണ്. അതുകൊണ്ട് ഭക്തിയുടെ വേഷധാരികളെല്ലാം മറിച്ച് മാറ്റം വരുത്തിക്കൊണ്ട് നാം ഒരു സത്യത്തിൻ്റെ ആത്മാവിനെ പ്രാപിക്കുന്നവരായിരിക്കണം. സത്യത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരായിരിക്കണം. സത്യത്തിൻ്റെ ആത്മാവ് നമ്മെ ദൈനംദിനം നടത്തുമ്പോൾ നമുക്ക് ദൈവത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കുവാൻ സാധ്യമാകും. 1 യോഹന്നാൻ 5-ാം അധ്യായം അതിൻ്റെ 5 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇപ്രകാരം പറയുന്നു: യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുകയല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിച്ചവൻ? നമുക്ക് ലോകത്തെ ജയിക്കണമെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ സാക്ഷ്യമുള്ളവരായിരിക്കണം. യേശു ക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് പറയുവാൻ കഴിയുമ്പോൾ, യേശു ക്രിസ്തുവിൽ കൂടി മാത്രമേ രക്ഷയുള്ളൂ എന്ന് വിശ്വസിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരു മാതൃകയുള്ള വ്യക്തിയായി മാറുവാനായിട്ട് സാധ്യമാകും. തുടർന്ന് നാം വായിക്കുമ്പോൾ പറയുകയാണ്, 7-ാമത്തെ വാക്യം പറയുന്നു, ആത്മാവ് സാക്ഷ്യം പറയുന്നു, ആത്മാവ് സത്യമല്ലോ, ദൈവത്തിൻ്റെ സത്യം യേശു ക്രിസ്തു തന്നെയാകുന്നു എന്നാണ് പറയുന്നത്. ആ സത്യത്തെ നാം പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളേണ്ടതാണ്. ദൈവത്തിൻ്റെ ആത്മാവുള്ളവൻ സത്യം മാത്രമേ സംസാരിക്കുകയുള്ളൂ. അപ്പോൾ പ്രവൃത്തിയിൽ ദൈവത്തെ ഉയർത്തി കാണിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഒരു സത്യത്തിൻ്റെ പ്രതിനിധിയായി ജീവിക്കുവാൻ സാധ്യമാകുകയുള്ളൂ. നമ്മുടെ ഓരോരുത്തരുടെയും ദൈനംദിന ജീവിതത്തിൽ നാം എത്രമാത്രം സത്യസന്ധരാണ് എന്നറിയണമെങ്കിൽ നാം ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം എത്രമാത്രം വലുതാണ് അല്ലെങ്കിൽ ഈടുറ്റതാണ് എന്ന് നമുക്ക് കാണുവാൻ സാധ്യമായി തീരും. ഓരോരുത്തരും ഒരു സാക്ഷ്യമുള്ളവരായിരിക്കണം. നമുക്ക് സാക്ഷ്യമുണ്ടെങ്കിൽ ജീവിതത്തിൽ അത് മറ്റുള്ളവർക്ക് മാതൃകയാക്കുവാൻ സാധ്യമാകും. ആ സാക്ഷ്യം പലപ്പോഴും അനേകരെ ദൈവത്തിങ്കിലേക്ക് നയിക്കുവാൻ സാധ്യമാകും. സങ്കീർത്തനം 51:6 പറയുന്നു, അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്, അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. നമ്മുടെ മനോഗതം എന്താണ്, നാം എന്താണ് ചിന്തിക്കുന്നത്, അതാണ് നാം ഓരോരുത്തരും സംസാരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കുക, നല്ല മനുഷ്യരായി ജീവിക്കുക, സാക്ഷ്യമുള്ള മനുഷ്യരായി ജീവിക്കുക, ഈ ലോകത്തിന് അനുരൂപരാകാതെ ദൈവത്തിൻ്റെ മക്കളായി നിലനിൽക്കുന്നവരായി തീരണം. ഇരമ്യാ പ്രവാചകൻ പറയുന്നു 9:3, അവർ വ്യാജത്തിനായിട്ട് നാവ് വില്ലുപോലെ കുലയ്ക്കുന്നു, അവർ സത്യത്തിനായിട്ടല്ല ദേശത്തിൽ വീര്യം കാണിക്കുന്നത്, അവർ ഒരു ദോഷം വിട്ട് മറ്റൊരു ദോഷത്തിലേക്ക് ഏഷണി പുറപ്പെടുന്നു, അവർ എന്നെ അറിഞ്ഞിട്ടില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. നമുക്കറിയാം ഇന്നത്തെ സമൂഹം എപ്പോഴും വ്യാജം പറയുന്നതായ സമൂഹം. ആ സമൂഹത്തിൽ നാം എപ്രകാരമായിരിക്കണം? നാം ഇതിൽ നിന്നൊക്കെയും വിടുതലുള്ളവരായിരിക്കണം. നാം വ്യാജം പറയുന്നവരാകാൻ പാടില്ല. നമ്മൾ തെറ്റുകൾ കണ്ടാൽ അത് ചൂണ്ടിക്കാണിക്കുന്നവരായിരിക്കണം. അപ്രകാരമായി തീരുമ്പോൾ മാത്രമേ ഇന്നത്തെ നല്ല മനുഷ്യനായി, ദൈവത്തിന് കൊള്ളാവുന്ന മനുഷ്യനായി, ദൈവിക ചിന്തയുള്ള മനുഷ്യനായി നിൽക്കുവാൻ സാധ്യമാകുകയുള്ളൂ. നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മുടെ ഓരോരുത്തരുടെയും അവസ്ഥ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലും ഒരു നല്ല ജീവിതമാണോ ഞാനും നിങ്ങളും നയിക്കുന്നത് എന്ന് നമുക്ക് വിലയിരുത്തുവാൻ കഴിയണം. വേണ്ടി വന്നാൽ ദൈവം നമ്മെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് എന്നുള്ള ബോധം പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. പ്രിയമുള്ള ദൈവജനമേ, ഓർത്തിരിക്കേണ്ടത്, എന്നെയും നിങ്ങളെയും ഈ നാളുകളിൽ ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുകയാണ്. എന്നെയും നിങ്ങളെയും ദൈവം ഈ നാളുകളിൽ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. എന്നെയും നിങ്ങളെയും ദൈവം പേർ ചൊല്ലി വിളിച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടി? ദൈവത്തിന് വേണ്ടി ഒരു സാക്ഷ്യമുള്ളവരായി തീരുവാൻ, ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്നവരായി തീരുവാൻ, സത്യസന്ധരായി ജീവിക്കുവാൻ, സത്യസഭയുടെ അംഗങ്ങളായി തീരുവാൻ, ദൈവത്തോട് ചേർന്ന് നടക്കുന്ന അനുഭവത്തിലായി തീരുവാൻ ദൈവം എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുകയാണ്. ആ വിളിക്കനുസൃതമായി ജീവിക്കുവാൻ നമുക്ക് സാധ്യമാകുന്നുണ്ടോ എന്ന് ഓരോ ദിവസവും നാം ചിന്തിക്കേണ്ടതാണ്. ഓരോ നിമിഷവും ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടതാണ്. പലപ്പോഴും നമ്മുടെ വിളിക്ക് അനുസൃതമായി നമുക്ക് ജീവിക്കുവാൻ കഴിയുന്നില്ല. അപ്രകാരം കഴിയാത്തത് എന്താണെന്ന് ചോദിച്ചാൽ ലൂക്കോസിൻ്റെ സുവിശേഷം 2:52 വാക്യം പറയുന്നു, യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. യേശു ക്രിസ്തു താനായിരുന്ന സമയത്ത് തൻ്റെ യൗവനത്തിൽ തന്നെ
വലിയൊരു സാക്ഷ്യമുള്ളവനായി ദൈവത്തിന് വേണ്ടി നിലകൊണ്ടു എന്ന് കാണുവാൻ സാധ്യമാകും. ഞാനും നിങ്ങളും അപ്രകാരമായിരിക്കണം. നമ്മൾ ദൈവിക മക്കളാണ്, ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് എന്നൊക്കെയും പറയുമ്പോഴും നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിൽ കുറവുകളുണ്ട്. നമ്മുടെ ശൈശവ ദിശയിൽ തന്നെയാണ് പലപ്പോഴും ആത്മീയതയിൽ നാം ശൈശവരായി തീർന്നിരിക്കുകയാണ്. ദൈവത്തെ നമുക്ക് പൂർണ്ണമായി ഉൾക്കൊള്ളുവാൻ കഴിയാതെ, ദൈവസ്നേഹത്തെ പൂർണ്ണമായും ഉൾക്കൊള്ളുവാൻ കഴിയാതെ, ദൈവത്തിൻ്റെ വഴി നടത്തിപ്പിനെ നമുക്ക് പൂർണ്ണമായും ഉൾക്കൊള്ളുവാൻ കഴിയാതെ നാം നമ്മുടെ ഇച്ഛകൾക്കും നമ്മുടെ ചിന്തകൾക്കും അനുസൃതമായി ജീവിക്കുന്നവരാണ്. എന്നാൽ ഓർത്തിരിക്കുക, ദൈവത്തിൻ്റെ വചനത്തെ നാം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ദൈവവചനത്തിനനുസൃതമായി നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുമ്പോൾ, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു അനുഭവത്തിൽ ഞാനും നിങ്ങളുമായി തീരുമ്പോൾ അത് നമ്മെ ഓരോരുത്തരെയും നേരായ പാതയിൽ നയിക്കും. കാരണം ഈ നാളുകളിൽ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന വലിയൊരു സത്യമുണ്ട്. ആ സത്യമെന്ന് പറയുന്നത് ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ദൈവം എന്തിനു വേണ്ടിയാണ് ഈ നാളുകളിൽ നമ്മെ ഓരോരുത്തരെയും ആക്കി തീർത്തിരിക്കുന്നത് എന്ന് ഞാനും നിങ്ങളും മറന്നു പോകരുത്. യെശയ്യാ പ്രവാചകൻ പറയുന്നു, 40 അതിൻ്റെ 38 മുതലുള്ള വാക്യങ്ങൾ. അവിടെ ഇപ്രകാരം പറയുന്നു, നിനക്ക് അറിഞ്ഞുകൂടെയോ, നീ കേട്ടിട്ടില്ലയോ, യഹോവ നിത്യദൈവം, ഭൂമിയുടെ അതിരുകളെ സൃഷ്ടിച്ചവൻ തന്നെ. അവൻ ക്ഷീണിച്ചു പോകുന്നില്ല, തളർന്നു പോകുന്നുമില്ല, അവൻ്റെ ബുദ്ധി അപ്രമേയമത്രേ. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിച്ച് വേർതിരിച്ച് ദൈവത്തിന് ഒരു ഉത്തമ സാക്ഷികളായി ഈ നാളുകളിൽ സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവരായി, ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ച് ജീവിക്കുന്നവരായി, പാപത്തെ പാപമായിട്ട് കാണുന്നവരായി, പാപത്തെ ചൂണ്ടിക്കാണിക്കുന്ന വ്യക്തികളായി, പൊതുസമൂഹത്തെയും ദൈവസഭയെയും നയിക്കപ്പെടേണ്ടവരായി തീരണം. അങ്ങനെ തീരുമ്പോൾ മാത്രമേ ഒരു സഭയ്ക്ക് വളരുവാൻ, ഒരു സമൂഹത്തിന് വളരുവാൻ, ഒരു വ്യക്തിക്ക് വളരുവാൻ, ഒരു വ്യക്തിക്ക് നല്ല ജീവിതം നയിക്കുവാൻ സാധ്യമാകുന്നു. അതാണ് നാം ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ ലോകത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യമെന്ന് പറയുന്നത് അത് തന്നെയാണ്. നല്ല മനുഷ്യരെയാണ്, സ്നേഹം നിറഞ്ഞതായ, കരുതലുള്ള, സംരക്ഷണമുള്ള മനുഷ്യരെയാണ്. ധനമോഹങ്ങളിലും വ്യക്തിചിന്തകളിലും ലോകത്തിൻ്റെ മോഹങ്ങളിലും മുഴുകി ജീവിക്കുന്നവരെയല്ല, മറിച്ച് ദൈവത്തെ സ്നേഹിക്കുന്നവരായിക്കൊണ്ട്, ദൈവത്തിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരായിക്കൊണ്ട്, അനേകരെ ഒരുക്കുന്ന പ്രക്രിയയുടെ പങ്കാളികളായി തീർന്നുകൊണ്ട് ദൈവത്തെ മറക്കാതെ മുറുകെ പറ്റുന്ന മനുഷ്യരെയാണ് നമുക്ക് ആവശ്യം. അതുകൊണ്ട് ഇവിടെ പറയുകയാണോ, ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനം ഞാൻ നിങ്ങൾക്കായി വായിക്കട്ടെ. ഇവിടെ പറയുന്നു, നിങ്ങൾ കേട്ടിട്ടില്ലയോ, യഹോവ നിത്യദൈവമാണ്, ഭൂമിയുടെ ആർതികളെ സൃഷ്ടിച്ചവൻ തന്നെ. അവൻ ക്ഷീണിച്ചു പോകുന്നില്ല, അവൻ തളർന്നു പോകുന്നില്ല, അവൻ്റെ ബുദ്ധി അപ്രമേയമത്രേ. ഈ കാലയളവിൽ ദൈവം എന്നെയും നിങ്ങളെയും ആക്കി തീർത്തിരിക്കുന്നതായ ആ ദൗത്യപൂർത്തീകരണത്തിനായി ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കുകയും ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ വരവിനായി അനേകരെ ഒരുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. അതിനായി നിങ്ങളെല്ലാവരും അണിചേരണം. ദൈവമക്കളായി നമുക്ക് മുൻപോട്ട് ജീവിപ്പാൻ സ്വർഗം ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഈ ചിന്ത അവസാനിപ്പിക്കുന്നതിന് മുൻപായിട്ട് 1-2 കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങളിൽ ആർക്കെങ്കിലും നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ദൈവികമാകുന്ന അനുഗ്രഹങ്ങൾ പ്രാപിക്കണമെങ്കിൽ, നിങ്ങളുടെ പ്രയാസങ്ങളിൽ, പ്രതിസന്ധികളിൽ, നിങ്ങളുടെ രോഗാവസ്ഥയിൽ, നിങ്ങളുടെ കഷ്ടതയിൽ കരുതലിൽ കരം നീട്ടുന്ന ഒരു ദൈവം ഉണ്ട് എന്ന് മറന്നു പോകരുത്. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ വചനം കൂടുതൽ ആഴത്തിൽ പഠിക്കുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾക്ക് എൻ്റെ ഫോൺ നമ്പറിൽ ബന്ധപ്പെടുവാൻ സാധ്യമാകും. ഞാൻ പ്രദാനം ചെയ്യുന്നതായ യൂണിയനിൽ നിങ്ങൾക്ക് എന്നെ വിളിച്ച് നിങ്ങൾക്ക് ഞങ്ങളുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ അംഗമായി തീരുവാൻ സാധ്യമാകും. അങ്ങനെ ദൈവം നിങ്ങളുടെ ഓരോരുത്തരുടെയും ദൈനംദിന ജീവിതത്തിൽ നിങ്ങളെ സഹായിക്കുവാനും നിങ്ങളെ വഴി നടത്തുവാനും നേരായ വഴിയിൽ നിങ്ങളെ നയിക്കുവാനുമുള്ള അവസരം നൽകുന്നതിന് വേണ്ടി നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുവാൻ അവസരമുണ്ട്. ആയതുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും ആ ഒരു
ആവശ്യങ്ങൾക്കായി ഞാൻ ക്ഷണിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ താഴെ കൊടുക്കുന്നതായ ഫോൺ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഈ ശുശ്രൂഷയുടെ അവസാനമായിട്ട് നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമാകുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, അനുഗ്രഹപൂർണമായ ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. വിവിധ ദേശങ്ങളിൽ വിവിധ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ വചനം ശ്രവിച്ച മക്കളെ അങ്ങയുടെ തിരുകരങ്ങളിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവ് അവർക്ക് മുൻപും പിൻപും കാവലും തുണയുമായി കൂടെ ഇരിക്കണമേ. അവരുടെ ആവശ്യങ്ങളിൽ കൂടെ ഇരിക്കണമേ. അവർക്ക് വേണ്ടതാകുന്ന എല്ലാ നല്ല ദാനങ്ങളും ഉയരത്തിൽ നിന്ന് നൽകി അനുഗ്രഹിക്കണമേ. ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തെ പിൻപറ്റി ദൈവകരങ്ങളിൽ തങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് കർത്താവെ, ഇന്നത്തെ ലോകത്തിൻ്റെ ആവശ്യമായ നല്ല മനുഷ്യരായി, നല്ല മനുഷ്യസ്നേഹികളായി ജീവിക്കുന്ന ഒരു പറ്റം ജനമായി ഞങ്ങൾ മാറുവാൻ ഞങ്ങളെല്ലാവരെയും അങ്ങ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആശ്വാസദായകനായ ദൈവത്തിൻ്റെ കരം ഓരോ നിമിഷവും ഓരോ ദിവസവും പ്രിയ കുഞ്ഞുങ്ങൾക്ക് താങ്ങും തണലുമായി കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർ കർത്താവെ സഞ്ചരിക്കുന്ന വഴികളിൽ കൂടെ ഇരിക്കണം. അവരുടെ വേല ജോലി സ്ഥലങ്ങളിൽ അങ്ങയുടെ കൃപസാന്നിധ്യം ഇരിക്കണം. എല്ലാവിധ അനുഗ്രഹങ്ങളും നന്മകളും ഓരോ ദിവസവും നൽകി ദൈവത്തിന് കൊള്ളാവുന്ന ഉത്തമ സാക്ഷികളായി നിലനിൽക്കുവാൻ കർത്താവ് ഇട നൽകണം. ഇനിയും കർത്താവെ അടിയങ്ങൾ കൂടി കാണുവോളം അങ്ങയുടെ ക്രൂശിൻ മറവിൽ കാത്തു പരിപാലിക്കണം. നന്മകളും കൃപകളും നൽകണം. അങ്ങയുടെ വരവിനായി ഒരുക്കണം. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. സകലതും അടിയങ്ങൾക്കായി കാൽവറിയിൽ യാഗമായി തീർന്ന യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.